വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ എല്ലാ സീറ്റുകളിലും ബിഎസ്പി മത്സരിക്കാൻ ഒരുങ്ങുന്നു. സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ജനുവരി പകുതിയോടെ പുറത്തിറക്കിയേക്കുമെന്നാണ് വിവരം. 70 സീറ്റുകളാണ് ഡൽഹി നിയമസഭയിൽ ഉള്ളത്. നഗരത്തെ 5 സോണുകളായി തിരിച്ചിട്ടുണ്ടെന്നും എല്ലാ സോണുകളിലും സ്ഥാനാർത്ഥികളെ അന്തിമമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ആവേശകരവും വെല്ലുവിളി നിറഞ്ഞതുമാണെന്ന് മുതിർന്ന പാർട്ടി നേതാവ് PTIയോട് പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ ഓരോ സോണുകളിലും കോഓർഡിനേറ്റർമാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ കേന്ദ്ര കോർഡിനേറ്റർമാർ അവരുടെ ശുപാർശകൾ അന്തിമമാക്കി മായാവതിക്ക് അയച്ചു കൊടുക്കും. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഈ ശുപാർശകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ജനുവരി 15-നകം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2020-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും BSP ഡൽഹിയിലെ 70 സീറ്റുകളിൽ മത്സരിച്ചിരുന്നു. എന്നാൽ ഒരിടത്തു പോലും പാർട്ടിക്ക് ജയിക്കാനായിരുന്നില്ല. 0.71% വോട്ട് വിഹിതമാണ് 2020-ൽ BSPക്ക് നേടാനായത്. 2008, 2013, 2015 വർഷങ്ങളിലും BSP ഡൽഹിയിലെ 70 സീറ്റുകളിലും മത്സരിച്ചിട്ടുണ്ട്. 2008-ൽ 14.05%, 2013-ൽ 5.35%, 2015-ൽ 1.13% വോട്ട് നേടാൻ പാർട്ടിക്കായിരുന്നു. 2008-ൽ BSPക്ക് 2 സീറ്റും ലഭിച്ചു. 2003-ൽ 40 സീറ്റിലാണ് BSP മത്സരിച്ചിരുന്നത്. അതേസമയം താഴെത്തട്ടിൽ യോഗങ്ങൾ നടന്നു വരികയാണ് എന്നും കേന്ദ്രഭരണ പ്രദേശത്തെ പ്രധാന പ്രശ്നങ്ങളും അജണ്ടകളും ചർച്ച ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ ചർച്ചകളെ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക. ജനുവരി 5-ന് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാനാണ് പാർട്ടി പദ്ധതിയിടുന്നത്. തിരഞ്ഞെടുപ്പ് തീയതികളും സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോഓർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ റാലികൾ നടത്തി മായാവതിയും നേതാക്കളും പ്രചരണത്തിൽ സജീവമായി പങ്കെടുക്കും. ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലാണ് ഡൽഹിയിൽ പ്രധാന പോരാട്ടം നടക്കുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാൻ BJP ശ്രമിക്കുന്നതായി ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ മുൻപ് ആരോപിച്ചിരുന്നു. ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പേരിട്ടിരിക്കുന്ന രഹസ്യ ഓപ്പറേഷന്റെ ഭാഗമായി BJP വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഡിസംബർ 15 മുതൽ BJP ഇതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും അദ്ദേഹം എടുത്തു പറഞ്ഞു. തന്റെ മണ്ഡലമായ ന്യൂഡൽഹിയിൽ BJPയുടെ ഓപ്പറേഷൻ ലോട്ടസ് ഡിസംബർ 15 മുതൽ നടക്കുന്നുണ്ട്. ഈ 15 ദിവസത്തിനുള്ളിൽ 5000 വോട്ടുകൾ ഇല്ലാതാക്കാനും 7500 വോട്ടുകൾ ചേർക്കാനും അവർ അപേക്ഷ നൽകി. അസംബ്ലിയിലെ മൊത്തം വോട്ടർമാരിൽ ഏകദേശം 12% പേരിൽ നിങ്ങൾ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ഇത്തരത്തിലുള്ള കൃത്രിമം ജനാധിപത്യത്തെ തുരങ്കം വെക്കുന്നതാണ്. ഇത്തരം ദുഷ്പ്രവൃത്തികൾ തടയുന്നതിന് കർശനമായ നിരീക്ഷണം വേണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കെജ്രിവാൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർ ചേർക്കൽ ഇല്ലാതാക്കൽ അപേക്ഷകളിൽ അസാധാരണമായ വർധനവ് ഉണ്ടായതായി ആരോപിച്ച് കെജ്രിവാൾ ജില്ലാ ഇലക്ടറൽ ഓഫീസർക്ക് കത്തെഴുതിയിട്ടുണ്ട്.